Hello, good morning. Welcome to Learning Now. നമ്മൾ ഫിസിക്സ് കീമിലെ ഫിസിക്സ് +1 ഫിസിക്സിലെ യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് പാർട്ട് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പാർട്ടോടെ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ തേർഡ് പാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഓക്കെ, ഒരു സ്പ്രിംഗിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. While stretching and compressing the spring by displacement xm, the total work done by the spring force is. ഇപ്പോൾ നമ്മൾ ഒരു സ്പ്രിംഗ് കയ്യിലെടുത്തിട്ട് എക്സം ഡിസ്പ്ലേസ്മെന്റിലേക്ക് സ്ട്രെച്ച് ചെയ്യുകയും അതുപോലെ തന്നെ വീണ്ടും കംപ്രസ് ചെയ്യുകയും കൂടി ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡൺ, ആ ഒരു സ്പ്രിംഗ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ W is equal to integral 0 to xm fs dx ആണ്. അതായത് നമുക്ക് ലിമിറ്റ് വരുന്നത് 0 to xm ആണ്. നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നത് xmലേക്കാണ് അല്ലെ, മിനിമം കംപ്രസ് ചെയ്യുന്നത് 0ലേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. സോ fs into dx that is equal to minus integral 0 to xm kx into dx വരുന്നു. That is equal to integrate ചെയ്താൽ നമുക്ക് എന്ത് വരും, മൈനസ് kxm സ്ക്വയർ ബൈ 2. കാരണം നമുക്ക് തിരിച്ച് കംപ്രസും കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൈനസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ വരുന്നത്. ഓക്കെ, സോ മൈനസ് kx സ്ക്വയർ m ബൈ 2 ആണ് വരുന്നത്. അപ്പൊ നോക്കൂ, ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഫിഗർ അല്ലെ. അപ്പൊ ഈ വർക്ക് ഡൺ നെഗറ്റീവ് ആവാൻ കാരണം എന്താണ്, എഫ്എസും എക്സമും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ. നമ്മൾ പറഞ്ഞു എഫ്എസ് എന്ന് പറയുന്നത് ഫോഴ്സും എക്സം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റും ആണ്. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, അറ്റ് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഈ ഒരു പൊസിഷനിലേക്കാണ് വരുന്നത് അല്ലെ. സ്ട്രെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ആ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുകയാണ്. സോ കൊടുക്കുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ഇതാണ് വരുന്നത്. അപ്പൊ എഫ് എസ് എന്ന് പറയുന്നത് ഫോഴ്സ് നെഗറ്റീവിലും എക്സം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്കുമാണ് അല്ലെ. സോ എക്സം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമുക്ക് വരുന്നത്. ദെൻ കംപ്രസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, തിരിച്ച് എഫ് എസ് എന്ന് പറയുന്നത് പോസിറ്റീവും എക്സം എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവും ആയിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ തിരിച്ച് കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു സ്പ്രിംഗിന്റെ രണ്ട് കേസസ് നോക്കുന്നത്. ഒന്ന് ഇക്വിലിബ്രിയത്തിൽ വരുന്നുണ്ട്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ സ്ട്രെച്ച്ഡ് വൺ, ദെൻ കംപ്രസ്ഡ് വൺ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പ്രിംഗ് കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ എലോങ്ങേറ്റ് ചെയ്യാണ് ആ ഒരു എക്സ് പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ് ഡയറക്ഷനിൽ നമ്മൾ അതിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, പൊട്ടൻഷ്യൽ എനർജി V is equal to അതിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യണം. ദാറ്റ് ഇസ് V is equal to half kx square ആണ് വരുന്നത്. അപ്പൊ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ ഒരു സ്പ്രിംഗിന്റെ ആ ഒരു സൈക്ലിക് പ്രോസസ്സിൽ വരുന്നത് 0 ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ 0 ആണ് വരുന്നത്. കാരണം എന്താണ്, ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോ ആ ഒരു മാക്സിമം സ്പീഡ് ഓഫ് ദ ബ്ലോക്ക് അല്ലെങ്കിൽ സ്പ്രിംഗ് അല്ലെ Vm ആണ് നമുക്ക് വരുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർ m, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ആണ്. അപ്പൊ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് Vm ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് Vm കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് k ബൈ m ഇൻറ്റു xm എന്ന് വരും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ ഹാഫ് ക്യാൻസൽ ആകും, നമുക്ക് Vm ആണ് വേണ്ടത്. അപ്പൊ m ഡിവിഷനിലേക്ക് വരും, k ബൈ m വരും. Vm എന്നാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, ഈ പറയുന്ന Vm ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് k ബൈ m ഇൻറ്റു xm വരും. xm എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ടോട്ടൽ ബ്ലോക്കിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തില് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ട്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്താകുന്നുണ്ട്, തിരിച്ച് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പക്ഷെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ഒരു മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റത്തിന്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ സം ഓഫ് ദ കൈനറ്റിക് എനർജി ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി കൂടുകയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ നമുക്ക് ടോട്ടൽ വരുന്ന മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ടോട്ടൽ സം ഓഫ് ദ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് ആണ്. Then if the two forces on the body consist of a conservative force Fc and a non-conservative force Fnc. ഇപ്പൊ നമ്മുടെ ഒരു രണ്ട് ഫോഴ്സസ്, ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സ് Fcയും ഒന്ന് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് Fnc ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന വർക്ക് എനർജി തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് എനർജി തിയറം അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക, Fc plus Fnc, conservative force plus non-conservative force into del x is equal to del k എന്ന് വരും. അപ്പൊ Fc into del x is equal to minus del v. നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. Fc into del x equal to minus del v. അപ്പൊ നമുക്ക് എന്ത് വരും, del into
K plus V that is equal to Fnc into del x എന്ന് വരും. ഓക്കെ, അതായത് del into K plus V that is equal to Fnc into del x ആണ്. അപ്പോൾ del E is equal to Fnc del x, del E that is equal to Fnc del x എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ E എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി ആണ്. ഓക്കെ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ദാറ്റ് ഈസ് ദ സം ഓഫ് ദി കൈനറ്റിക് എനർജി ആൻഡ് ദി പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഓവറോൾ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് എടുക്കുമ്പോൾ EF minus EI is equal to WNC, അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു നോൺ കൺസർവേറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ WNSD എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഓവർ ദ പാത്ത്. അപ്പൊ ആ ഒരു പാത്തിലൂടെ ഉണ്ടാകുന്ന നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ WNC എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ EF minus EI is equal to WNC ആണ് വരുന്നത്. അപ്പൊ ഈ WNC എന്ന് പറയുന്നത് ആ ഒരു പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഒരു പർട്ടിക്കുലർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് വേരിയസ് ഫോംസ് ഓഫ് എനർജി. ഓക്കെ, ദ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന ഫസ്റ്റ് യൂണിറ്റ്, അതായത് +1 സയൻസ് ഫിസിക്സിൽ നമ്മളൊരു എനർജിയുടെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളത് അല്ലേ. നമുക്ക് നോക്കാം. എനർജി എന്ന് പറയുന്നത് നമുക്ക് പല ഫോമുകളിൽ വരുന്നുണ്ട് അല്ലെ. ഹീറ്റ് എനർജി ഉണ്ട്, മെക്കാനിക്കൽ എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, തെർമൽ എനർജി, അങ്ങനെ ഡിഫറെന്റ്, ഇലക്ട്രിക്കൽ എനർജി, അങ്ങനെ ഡിഫറെന്റ് ഫോംസ് അത് ഇൻ എനർജി അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഹീറ്റ് എനർജിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയുടെ ഒരു ഫോം ആണ് അല്ലെ. The work done by a friction on a moving body is transferred to the heat. അപ്പോൾ നമ്മളൊരു ഫ്രിക്ഷൻ കാരണം ഒരു മൂവിംഗ് ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഡൺ ആണ് എന്തായിട്ട് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, ദ ഇന്റേണൽ എനർജി ഓഫ് ദ ബ്ലോക്ക് ആൻഡ് ദ ടേബിൾ. അപ്പോൾ ഒരു ടോട്ടൽ ആയിട്ട് വരുന്ന ഒരു ഇന്റേണൽ എനർജിയാണ് നമുക്ക് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഐഡിയ ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഓഫ് വാട്ടറിനെ നമ്മൾ റിലീസ് ചെയ്തിരിക്കുകയാണ്, അതായത് 42,000 ജൂൾ ഓഫ് എനർജിയിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, റിലീസ് ചെയ്യാണ്. അതിനെ കൂൾ ചെയ്യുമ്പോൾ എപ്പോഴായിരിക്കും 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ അതിനെ കൂൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു 1 കിലോഗ്രാം ഓഫ് വാട്ടറിന് റിലീസ് ചെയ്യണം, അതിന്റെ എനർജി റിലീസ് ചെയ്യും. എത്രത്തോളം? 42,000 ജൂൾ ഓഫ് എനർജി റിലീസ് ചെയ്യും. എപ്പോൾ? അതിനൊരു 10 ഡിഗ്രി ആയിട്ട് നമ്മൾ അതിനെ കൂൾ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജിയാണ്. നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താ നോക്കുന്നത്? കെമിക്കൽ എനർജിയാണ്. ഡിസ്കസിങ് അബൌട്ട് കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസ് ഒക്കെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവിടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജികൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു കെമിക്കൽ എനർജി ഉണ്ടാകുന്നത്. ആ ഒരു മോളിക്യൂളുകൾ ഡിഫറെന്റ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കെമിക്കൽ എനർജി ജനറേറ്റ് ആവുന്നുണ്ട്. എ സ്റ്റേബിൾ കെമിക്കൽ കോമ്പൗണ്ട് ഹാസ് ലെസ് എനർജി ദാറ്റ് ഇസ് സെപ്പറേറ്റഡ് പാർട്സ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ടിന് എനർജി വളരെ ലെസ് ആയിരിക്കും. അത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാർട്ടിനേക്കാൾ എനർജി നമുക്ക് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കെമിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തിന് അസോസിയേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസിനെ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അവിടെ കെമിക്കൽ എനർജി വരുന്നത്. ഓക്കെ, these forces bind atoms into molecules into polymer chains etc. അപ്പോൾ ഈ ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആറ്റംസിനെ ചേർത്ത് മോളിക്യൂൾസ് ആക്കുന്നു, ഈ മോളിക്യൂൾസിനെ വീണ്ടും ബൈൻഡ് ചെയ്ത് പോളിമറിക് ചെയിൻസ് ആക്കുന്നു. അങ്ങനെ ഒരു കെമിക്കൽ പ്രോസസ് ആയിട്ട് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നമുക്കത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം കെമിക്കലിന്റെ ഇപ്പൊ കാർബൺ, ഹൈഡ്രജനും ഒക്കെ ചേർന്നിട്ട് നമുക്ക് ഒരുപാട് കോമ്പണൻസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോളിമറിക് ചെയിനുകളൊക്കെ ആയിട്ട് നമുക്ക് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അതാണ് കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രിക്കൽ എനർജി. ഒരു കറന്റ് നമുക്ക് ഫ്ലോ ആകുന്നത് ഭാഗമായിട്ടാണ് നമുക്ക് ബൾബൊക്കെ കത്തുന്നത് അല്ലെ. ബൾബിലൊക്കെ നമുക്ക് ലൈറ്റ് ഗ്ലോ ആയിട്ട് കാണുന്നത്. ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നു, ബെല്ലുകൾ റിങ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ എനർജി. നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസുകളാണ് അല്ലെ. കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസുകളാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജിയുടെ മൂവ്മെന്റ്സ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ബൾബുകൾ ഗ്ലോ ആവുന്നു, ഫാൻസ് റൊട്ടേറ്റ് ചെയ്യുന്നു, മോട്ടോർ ഓൺ ചെയ്തിട്ട് മോട്ടോർ വർക്ക് ചെയ്യുന്നു, ബെല്ലുകൾ റിങ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഇലക്ട്രിക്കൽ എനർജിയുടെയാണ്. ഓക്കെ, അപ്പൊ ഒരു മാസും എനർജിയും തമ്മിലുള്ള ഒരു ഈക്വലൻസ് അപ്പം പഠിച്ചിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് മാസും എനർജി എന്ന് പറയുന്നത് അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് E is equal to mc² എന്ന് പറഞ്ഞൊരു റിലേഷൻ നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. E എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എനർജി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡി ആൻഡ് c is the speed of the light ആണ്. അപ്പൊ E is equal to mc² ആണ്. ഓക്കെ, അപ്പൊ E എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ദാറ്റ് ഈസ് c എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പീഡ് ഓഫ് ദ ലൈറ്റ്, ദാറ്റ് ഈസ് 3 × 10⁸ meter per second ആണ് വരുന്നത്. ഓക്കെ,
ഇതാണ് ഇലക്ട്രിക്കൽ എനർജി. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് ഒരു എന്താണെന്നുള്ള ഐഡിയ മാത്രമേ നമ്മൾ ഇതിൽ നോക്കുന്നുള്ളൂ. നെക്സ്റ്റ് ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷനോ അല്ലെങ്കിൽ ഫിഷൻ, ഈ രണ്ട് പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, വലിയ വലിയ ആറ്റംസുകളൊക്കെ നമുക്ക് വരുന്ന ഫ്യൂഷൻ, ഫിഷൻ അല്ലെ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന എനർജി, റിലീസ് ആകുന്ന എനർജി എന്താണോ ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ എനർജി. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതെന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ചേഞ്ച്, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ ഫോം. അതായത് ഒരു എനർജീനെ നമുക്ക് നിർമ്മിക്കാനോ പുതിയതായിട്ട് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഓക്കെ, അതിനെ ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു അയൺ ബോക്സ്, ഓക്കെ, അയൺ ബോക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് കറന്റ് സ്വിച്ച് ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഈ ഒരു അയൺ ബോക്സിലേക്ക് എത്തിയിട്ട് ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അല്ലെ. അല്ലാതെ നമുക്ക് അവിടെ എനർജി നമ്മൾ നശിപ്പിച്ച് കളയുന്നില്ല. ഈ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ ബൾബ്, ഫാന്, ഇതൊക്കെ നമുക്ക് ഓരോ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ പറയുമ്പോൾ ആ ഒരു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ടും അങ്ങനെ പല രീതിയിലേക്കുള്ള കൺവേർഷൻസ് ആണ് നടക്കുന്നത്. സോ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? എനർജീനെ നമുക്ക് നിർമ്മിക്കാനോ പുതിയതായിട്ടൊരു എനർജി ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ഉള്ള എനർജീനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ നമുക്ക് സാധിക്കില്ല. ഈ ഒരു എനർജീനെ, ഒരു ഫോമിലുള്ള എനർജീനെ വേറൊരു ഫോമിലേക്കുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ലോ എന്ന് പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ പവർ. ഓക്കെ, ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ ഓർ എനർജി ട്രാൻസ്ഫേർഡ് ഇസ് കോൾഡ് പവർ. അപ്പൊ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക്, ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ അതല്ലെങ്കിൽ ഒരു എനർജി ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ അല്ലെ, അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇൻസ്റ്റന്റേനിയസ് പവർ ദാറ്റ് ഈസ് ഈക്വൽ ടു P instant that is equal to dW by dt. നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ that is equal to F dot dx by dt എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ P instantaneous that is equal to F dot v ആണ് വരുന്നത്. അപ്പൊ v എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ പവർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് വിത്ത് വെലോസിറ്റി. അതല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ദി ഫോഴ്സ് ആൻഡ് ദ വെലോസിറ്റി, അല്ലെങ്കിൽ ഫോഴ്സും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് ആണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആവറേജ് പവർ P ആവറേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? W by T, ദാറ്റ് ഈസ് നെറ്റ് വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ. ആവറേജ് ആണ്, അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണോ അതേ ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ദാറ്റ് ലൈക്ക് വർക്ക് ആൻഡ് എനർജി. വർക്കും എനർജിയെയും പോലെ തന്നെ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, 1 HP 1 ഹോഴ്സ് പവർ is equal to 746 വാട്ട് ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണേ. 1 ഹോഴ്സ് പവർ HP that is equal to 746 വാട്ട് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോ വാട്ട് അവറിലാണ്. അപ്പൊ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into കിലോ മീൻസ് 1000 into ഹവറിനെ നമ്മൾ മാറ്റുമ്പോൾ 60 into 60 വരും അല്ലെ. മിനിറ്റിലേക്ക് മാറുമ്പോൾ 36,000, അതായത് 36 into 10 to the power 5 ആണ്. ദാറ്റ് മീൻസ് 1 kilowatt hour is equal to 3.6 into 10 to the power 6 joule ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവറിലാണ്. സോ 1 kilowatt hour is equal to 3.6 into 10 to the power 6 joule ആണ് വരുന്നത്. ഇനി ഒരു വർക്ക് ടൈം കർവില് നമുക്ക് അതിന്റെ വരുന്ന സ്ലോപ്പ്, ഓക്കെ, അതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്നത്. ഒരു വർക്ക് ടൈം കർവില് അതിന്റെ സ്ലോപ്പ് എന്താണോ ദാറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് പവർ. സോ P is equal to dW by dt നമ്മൾ പറഞ്ഞതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു tan θ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു അണ്ടർ പവർ ടൈം കർവിൽ നമുക്ക് വർക്ക് ഡൺ തിരിച്ചും പറയാം. നമുക്ക് P is equal to dW by dt ആണ്. ഓക്കെ, അപ്പൊ W is equal to integral of P dt, ഏരിയ അണ്ടർ ദി PT കർവ്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ടോപ്പിക് ആണ് കൊളീഷൻ. എന്താണ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, അപ്പൊ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സെഡ് ടു ബി take place when either two bodies physically collide against each other or when the path of one body is changed by the influence of the other body. Collision എന്ന് പറഞ്ഞാൽ എന്താണ്?
രണ്ട് ബോഡികൾ തമ്മിൽ ഫിസിക്കലി കൂട്ടിമുട്ടുന്നത് അല്ലെ, എഗെയിൻസ്റ്റ് ഈച്ച് അതർ. അതല്ലെങ്കിൽ ഒരെണ്ണം കാരണം വേറൊരെണ്ണത്തിന്റെ പാത്ത് ചേഞ്ച് ആകുന്നുവെങ്കിൽ നമുക്ക് അതിനെ കൊളീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു കൊളീഷന്റെ റിസൾട്ട് ആയിട്ട് മൊമെന്റം അതുപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് രണ്ട് ബോഡികളുടെയും ചേഞ്ച് ആകും. ഓക്കെ, ഇപ്പൊ രണ്ട് ബോഡികൾ തമ്മിൽ കൊളൈഡ് ആവുക എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിമുട്ടിയിട്ട് ഫിസിക്കലി കൂട്ടിമുട്ടാണ്, കൊളൈഡ് ആവുകയാണ്. അതല്ലെങ്കിൽ കൂട്ടിമുട്ടിയിട്ട് ഒരെണ്ണത്തിന്റെ പാത്ത് വേറൊരു കാരണം കൊണ്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ടോട്ടലായിട്ട് രണ്ട് ബോഡികളുടെയും കൈനറ്റിക് എനർജി അതുപോലെ തന്നെ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, രണ്ടും ചേഞ്ച് ആകും. ഓക്കെ, അപ്പൊ ആ ഒരു ഫോഴ്സ്, ആ കൊളീഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസ് ആണ്. അതായത് ആ ഒരു ഇന്റേണൽ ഫോഴ്സസ് ഓഫ് ദ സിസ്റ്റം ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് ബോഡികളിലും വരുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ഏതൊരു ടൈപ്പ് ഓഫ് കൊളീഷൻ ആണെങ്കിലും അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മൊമെന്റം ഇറ്റ് ഈസ് എ കൺസേർവ്ഡ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ഓഫ് കൊളീഷൻസ് വരുന്നുണ്ട്. വൺ ഈസ് എലാസ്റ്റിക് കൊളീഷൻ, സെക്കൻഡ് വൺ ഈസ് ദ ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പൊ എലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, in the collision in which the momentum and kinetic energy both are conserved before and after the collision. ഒരു കൊളീഷന് മുമ്പും ശേഷവും അതിലുണ്ടാകുന്ന മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണെങ്കിൽ then it is called as elastic collision. ഓക്കെ, എലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൊളീഷന് ബിഫോറും ആഫ്റ്ററും അതിലുണ്ടാകുന്ന മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണെങ്കിൽ നമുക്ക് അതിനെ എലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം. എന്നാൽ ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കില്ല, ബട്ട് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് ആഫ്റ്ററും ബിഫോറും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇൻ ഇലാസ്റ്റിക് കൊളീഷനിലെ മൊമെന്റം ദാറ്റ് ഈസ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് ബിഫോറും ആഫ്റ്ററും കൺസേർവ്ഡ് ആയിരിക്കും. എന്നാൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് കൊളീഷൻ എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് കോൾഡ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് കൊളീഷൻസ്, ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ദി ഇൻഎലാസ്റ്റിക് കൊളീഷൻ. Then coefficient of restitution, that is E is equal to relative velocity of the separation by relative velocity of approach ആണ്. Okay, relative velocity of separation by relative velocity of approach, that is V2 minus V1 by U1 minus U2. രണ്ട് ബോഡികൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു എലാസ്റ്റിക് കൊളീഷന്റെയും ഇൻഎലാസ്റ്റിക് കൊളീഷന്റെയും കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. If suppose coefficient of restitution is equal to 1 ആണെങ്കിൽ that is perfectly elastic collision. That means momentum kinetic energy conserved ആയിരിക്കും in both cases. That means after the collision and before the collision. Okay, if suppose E is equal to 0 ആണെങ്കിൽ, E 0 ആണെങ്കിൽ it is inelastic collision ആയിരിക്കും. Okay, elastic collision നമുക്ക് inelastic collision 0 to 1 ആയിരിക്കും വരുന്നത്. Okay, ഇതാണ് നമുക്ക് രണ്ട് കണ്ടീഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഡെറിവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. Okay, elastic collisions in one dimension, one dimensionൽ വരുന്ന elastic collision എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് യൂസിങ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് നോക്കുകയാണെങ്കിൽ m1 u1 is equal to m2 u2. നമുക്ക് ഈ ഇക്വേഷൻ അറിയാം, that is equal to m1 v1 plus m2 v2 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് കേസിൽ m1 കോമൺ ആയിട്ട് എടുത്തു, അപ്പോൾ u1 minus v1 വരും. അതായത് m1 ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തു, m2 ഒക്കെ ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്തു. അതിൽ നിന്ന് m1 കോമൺ ആയിട്ട് എടുത്തപ്പോൾ m1 into u1 minus v1 is equal to m2 into v2 minus u2 വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി നമുക്കറിയാം, കൺസർവേഷൻ ആണ്, നമുക്ക് കൺസേർവ്ഡ് ആണെന്ന് അറിയാം ഇലാസ്റ്റിക് കൊളീഷൻസിൽ. സോ ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ is equal to ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ m1 ഉം m2 ഉം അറേഞ്ച് ചെയ്തു, ഞാൻ അതിൽ ഒരു ഇക്വേഷൻ എടുത്തു, m1 into u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു m2 into v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡിങ് ദ ഇക്വേഷൻ 2 by 1, സെക്കൻഡ് ഇക്വേഷനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, v1 plus u1 is equal to v2 plus u2 എന്ന് വരും. ഓക്കെ, അപ്പോൾ u1 minus u2 is equal to v2 minus v1 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് മീൻസ് relative velocity of approach equal to relative velocity of separation. രണ്ടും കൂടി അപ്രോച്ച് ചെയ്യുന്നതും സെപ്പറേഷനും രണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് u1 minus u2 is equal to v2 minus v1. ഓക്കെ, നോക്കൂ, അതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ u1 u2 ഇത് രണ്ടും m1 m2 ബോഡിയാണ്, ഇത് v1 v2 ആണ്. അപ്പോൾ രണ്ടും കൂടി കൊളൈഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ കൊളീഷനിൽ വരുന്ന ഇക്വേഷൻസ് നോക്കാം. v1 is equal to m1 minus m2 by m1 plus m2 into u1 plus 2m2 by m1 plus m2 into u2. This is for the equation for v1 velocity. v2 എന്ന് പറയുമ്പോൾ എന്ത് വരും, m2 minus m1 by m1 plus m2 into u2 plus 2m1 by m1 plus m2 into u1. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ, ഈ ഒരു ഫിഗറിൽ നിന്നാണ് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് എടുക്കാൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ,
ഇനി ഇതിൽ നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുറെ ഇക്വേഷൻസ് നോക്കിയല്ലോ. നോക്കൂ, m1 ഗ്രേറ്റർ ദാൻ m2, അതായത് m1 മാസ് m2നേക്കാൾ ഒരുപാട് ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് ലൈറ്റർ ആണെങ്കിൽ നമുക്ക് v1 എന്ന് പറയുന്നത് u1 ആയിരിക്കും, പക്ഷെ v2 എന്ന് പറയുന്നത് 2u1 മൈനസ് u2 ന് ഈക്വൽ ആയിരിക്കും. ബിക്കോസ് m1 ഗ്രേറ്റർ ദാൻ m2 ആണ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ദാറ്റ് മീൻസ് m1 ലെസ് ദാൻ m2 ആണെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹെവിയർ ആയിരിക്കും അല്ലെ. അപ്പൊ v1 നമുക്ക് 2u2 മൈനസ് u1 ഉം v2 is equal to u2 നും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സപ്പോസ് രണ്ട് മാസം ഈക്വൽ ആണെങ്കിൽ നമുക്ക് v1 ഈക്വൽ ടു u2 ആയിരിക്കും, v2 is equal to u1 ആയിരിക്കും. സപ്പോസ് നാലാമത്തെ കേസിൽ നമുക്ക് ടാർഗറ്റ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ u2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് വരും, m1 ഗ്രേറ്റർ ദാൻ m2 എന്താവും, v1 is equal to u1 വരും, v2 is equal to 2u1, കാരണം u2 എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. അപ്പൊ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ് നോക്കിയത്, ഇനി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലീനിയർ മൊമെന്റ് നമ്മൾ കൺസേർവ്ഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ m1 u1 ഈക്വൽ പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 m2 u2 എന്ന് വരും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് ഈസ് ഇൻറ്റു u1 മൈനസ് u2 ഈക്വൽ ടു v2 മൈനസ് v1, നമ്മളിതൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് വെലോസിറ്റിക്കൽ ഇക്വേഷൻ കിട്ടും. v1 ഈക്വൽ ടു m1 മൈനസ് em2 ബൈ m1 plus m2 into u1 plus 1 plus e into m2 by m1 plus m2 into u2. v2 എന്ന് പറയുന്നത് 1 plus e into, അതായത് ജസ്റ്റ് ഓപ്പോസിറ്റുകൾ വരും നമുക്ക് അല്ലെ. ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ v1 v2 നുള്ള രണ്ട് ഇക്വേഷൻസ് എഴുതി. അപ്പൊ നമ്മൾ e is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അല്ലെ. എന്തിനാണ്, ടു ഇക്വേഷൻ ഫോർ ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പൊ ആ ഒരു ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ വരുന്ന പെർഫെക്റ്റ്ലി വരുന്ന ആ ഒരു ഫൈനൽ വെലോസിറ്റി എന്താണെന്ന് നോക്കാനായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ കൈനറ്റിക് എനർജിയുടെ ലോസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു 1 പ്ലസ് ഇ സ്ക്വയർ ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ കൈനറ്റിക് ഡെൽറ്റയാണ് വരുന്നത്, ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഇനി നമ്മൾ നോക്കുന്നത് എലാസ്റ്റിക് കൊളീഷൻസ് ഇൻ 2 ഡയമെൻഷൻ. അപ്പൊ 1 ഡയമെൻഷനിലുള്ള എലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും നോക്കി, ഇനി 2 ഡയമെൻഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ രണ്ട് ബോഡി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, m1 m2 എന്ന് പറഞ്ഞുള്ള രണ്ട് ബോഡി കൺസിഡർ ചെയ്തിരിക്കുകയാണ്. രണ്ട് വെലോസിറ്റി u1 u2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ആഫ്റ്റർ ആൻ ഒബ്ലിക് കൊളീഷൻ m1 എന്ന് പറയുന്നത് ഡീവിയേറ്റ് ചെയ്യുന്നത് ഒരു തീറ്റ ആംഗിളിലും m2 ഡീവിയേറ്റ് ചെയ്യുന്നത് ഒരു ഫൈ എന്നുള്ള ഒരു ആംഗിളിലും ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണ് മെയിൻ പാത്തിൽ നിന്ന്. ഓക്കെ, ഫിഗർ നോക്കൂ, m1 m2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബോഡി u1 u2 വെലോസിറ്റിയിൽ ഒരു കൊളീഷന് ശേഷം എന്ത് ചെയ്തിരിക്കുകയാണ്, രണ്ടും ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണ്. m1 എന്ന് പറയുന്നത് തീറ്റ ആംഗിളിലും m2 എന്ന് പറയുന്നത് ഫൈ ആംഗിളിലും ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ് അലോങ് ദി എക്സ് ആക്സിസിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് u2 എന്ന് പറയുന്നത് ലെസ് ദാൻ u1 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇത് v2 sin phi, this is v2 cos phi, this is v1 cos theta. അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ഇക്വേഷൻ എന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ m1 u1 plus m2 u2 is equal to m1 v1 cos theta plus m2 v2 cos phi. കാരണം രണ്ട് ഡീവിയേഷൻ നമുക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് cos theta cos phi വന്നിരിക്കുന്നത്. y ആക്സിസിലാണെങ്കിൽ 0 is equal to വരും അല്ലെ. 0 is equal to m1 v1 sin theta minus m2 v2 sin phi, because മൈനസ് നമുക്ക് അവിടെ വരുന്നുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ വരുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി നമുക്ക് ഇവിടെ കൺസേർവ്ഡ് ആണ്, മൊമെന്റം കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും, ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ is equal to ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ m1 is equal to m2 ആയിട്ട് എടുത്തിരിക്കുകയാണ്, അതുപോലെ തന്നെ u2 is equal to 0 ആയിരിക്കും, u1 is equal to u എന്നുള്ള കുറച്ച് കൺസിഡറേഷൻസ് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, u is equal to v1 cos theta plus v2 cos phi. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് രണ്ട് ഇക്വേഷൻസിലും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ 0 is equal to v1 sin theta minus v2 sin phi വരും. ഓക്കെ, രണ്ട് ഇക്വേഷനെ സ്ക്വയർ ചെയ്തിട്ട് 4 ഉം 5 ഉം ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വരും, u square is equal to v1 square plus v2 square plus 2v1 v2 cos theta plus 5 വരും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ 4 ഉം 5 ഉം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും, നമുക്ക് u square is equal to v1 plus v2 square എന്ന് വരും. അപ്പൊ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാണ്, 6 ഉം 7 ഉം കമ്പയർ ചെയ്യുമ്പോൾ cos of theta plus phi is equal to 0 എന്ന് കിട്ടും. അപ്പൊ theta plus phi is equal to cos phi by 2 അല്ലെ, cos phi by 2 നല്ലേ നമുക്ക് 0 വരുന്നത്. അപ്പൊ theta plus phi is equal to pi by 2 ആണ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് v1 ഉം v2 എന്ന് പറയുന്നത് നമുക്ക് രണ്ടും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, ഈ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിറൈവ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു 4th യൂണിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കാൻ വേണം. ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു MCQ കൂടി നമ്മൾ വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.